നമസ്കാരം. നമ്മളുടെ കാലിലെ മസിൽസ് ഫ്ലെക്സിബിൾ ആകാനായിട്ടുള്ള സിമ്പിളായിട്ടൊരു യോഗ പോസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ഊർധ്വ ഏകപാദ ഹസ്താസനം എന്നാണ്. ചില യോഗ സ്കൂൾസ് ഉത്തിത ഏകപാദ ഹസ്താസനം എന്നും വിളിക്കാറുണ്ട്. ഇതെല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റിയൊരു യോഗ പോസ്റ്ററാണ്. അതുപോലെ തന്നെ നമുക്ക് വെരിക്കോസ് വെയിൻ പോലുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നമ്മളെ കാലിലെ ഹാംസ്ട്രിങ് മസിൽ നല്ലപോലെ ഫ്ലെക്സിബിളാകും. അപ്പോഴിതുപോലെ നിവർന്നിരിക്കുക, നട്ടലിൽ നിവർന്ന് കൈകൾ ഇരുവശങ്ങളിലും വെച്ചിരിക്കുന്നു. ദെൻ നമ്മുടെ വലത് കാല് ഒന്ന് മടക്കുക, രണ്ട് കൈകളും മുട്ടിനുള്ളിലേക്ക് കൊണ്ടുവരിക, കാലിൻ്റെ വിരലിൽ പിടിക്കുക അല്ലെങ്കിൽ കാൽപ്പത്തിന് നടുക്ക് പിടിക്കുക. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് വളരെ സാവധാനം ഇതുപോലെ കാലിൻ്റെ മുട്ടൊന്ന് നിവർത്താൻ ശ്രമിക്കുക. നട്ടൽ നിവർന്നിരിക്കണം. മുട്ട് ഒരിക്കലും നിങ്ങൾ ലോക്ക് ചെയ്ത് പിടിക്കരുത്. അതിൻ്റെ മധ്യത്തിലായിട്ട് മുട്ട് നിൽക്കണം. സാധാരണ ശ്വാസം നോട്ടം നേരെ ഇരിക്കണേ, അല്ലെങ്കിൽ കാലിൻ്റെ വിരലിലായിരിക്കണം. ഓക്കെ. അതിനുശേഷം ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴെ വയ്ക്കുന്നു. നമ്മൾ ഈ യോഗ പൊസിഷനിൽ നിൽക്കുമ്പോഴേ നമ്മൾ നട്ടെല്ല് നിവർന്നിരിക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇടതുവശം ഒരുപക്ഷെ അതിൻ്റെ മറ്റൊരു വേരിയേഷൻ ഞാൻ കാണിച്ചു തരാം. നമുക്ക് കാലിൻ്റെ പത്തിയിൽ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല എന്ന് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഒരു സ്ട്രാപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ടവൽ എടുക്കുക. കാലിൻ്റെ മുട്ട് ഇതുപോലെ മടക്കുന്നു, കാൽപ്പത്തിന് നടുക്ക് ഇതുപോലെ ആ സ്ട്രാപ്പ് ഇടുന്നു. നടുവ് നിവർന്ന് ശ്വാസമെടുത്ത് സ്ട്രെച്ച് ചെയ്യും. ഓക്കെ. സാധാരണ ശ്വാസത്തിൽ നിൽക്കുക. ശ്വാസമെടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് റിലാക്സ് ചെയ്യുക. ഇനി നമുക്ക് താഴെ ഇരുന്നിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയർ ഉപയോഗിക്കുക. നമ്മളിതുപോലെ ചെയറിലേക്ക് ഇതുപോലെ ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ വലത് കാല് ഒന്ന് മടക്കി, എന്നിട്ട് ആ കാൽപ്പത്തിന് നടുക്ക് ഇതുപോലെ സ്ട്രാപ്പ് ഇട്ടിട്ട് ശ്വാസമെടുത്ത് ഇതുപോലെ നിവർത്തുക. നടുവ് നിവർന്നിരിക്കണം. ഓക്കെ. നട്ടെല്ല് നല്ലപോലെ നിവർന്നിരിക്കണം. നോട്ടം നേരെ അല്ലെങ്കിൽ കാലിൻ്റെ വിരലിലേക്ക്. ഇനി കൈകൾ ഉപയോഗിച്ച് ഡയറക്റ്റ് പോകാമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കാൽപ്പത്തിന് നടുക്ക് പിടിക്കുക, ശ്വാസം എടുത്ത് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യുക. ഏറ്റവും നല്ലൊരു യോഗ പോസ്റ്ററാണ്. നമ്മുടെ ഹാംസ്ട്രിങ് മസിൽ നല്ലപോലെ ഫ്ലെക്സിബിൾ ആവും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതുക. താങ്ക് യു.